ചാടി മതിച്ച് നടക്കുമ്പോ ആരും ചിന്തിക്കില്ല ഇതുപോലെ ഒരു വാക്കറിന്റെ താങ്ങ് ചിലപ്പോ നമുക്കും വേണ്ടി വരുമെന്ന്. എന്തായാലും ഇത്രത്തോളം ആയില്ലേ, ഇനി നമുക്ക് കുറച്ച് ഫിസിയോതെറാപ്പി ഉണ്ടെന്ന് തുടങ്ങണം. കുറച്ചുകൂടി വേഗത്തില് ഈ വാക്കറിന് സഹായം ഇല്ലാതെ നടക്കണം. എത്ര വേഗം എനിക്ക് തിരിച്ച് യൂണിഫോം ഇടണം. അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ആഗ്രഹം. സമ്പ്രദയുടെ കാര്യത്തിൽ ഇനി എന്താ പ്ലാൻ? മുടങ്ങിപ്പോയ പൂജ ഒരിക്കൽ കൂടി നടത്തുന്നുണ്ടോ? സച്ചി കാരണം സമാധാനമില്ലതായി. പിന്നെ അതേക്കുറിച്ചൊന്നും സമൃദ്ധിയോട് പറയാനും പറ്റില്ല. ഇതെല്ലാം അവളെ നല്ലപോലെ ബാധിച്ചിട്ടുണ്ട്. അയാൾ ഇവിടെ വന്ന് ഇത്രയും പ്രശ്നം ഉണ്ടാക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. സമൃദ്ധിയുടെ കഴുത്തി കിടക്കുന്ന താലി അത് ഞാൻ കെട്ടിയതല്ലാത്തിടത്തോളം കാലം ഞാൻ വീണ്ടും വല്ലാത്തൊരു അരക്ഷിതാവസ്ഥയിലേക്ക് പോവാ. എന്ത് ചെയ്യണമെന്ന് എനിക്കൊരു രൂപമില്ല രാജീവേ. സച്ചി ഇവിടെ വന്ന് പറഞ്ഞിട്ട് പോയ കാര്യങ്ങളൊന്നും എന്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല. അതിലൊന്നും വലിയ കാര്യങ്ങളൊന്നും എനിക്കറിയാം. എന്നാലും എന്റെ മനസ്സിന്റെ സംശയം തീർക്കാൻ വേണ്ടി ഒന്ന് ചോദിക്കാം. സച്ചി ഇവിടെ വന്ന് വെല്ലുവിളിച്ചിട്ട് പോയതല്ല അളിയൻ കേട്ടതല്ലേ? അത് ശരിയാണ്. എന്ത്? സച്ചി അയാളുടെ ഭാര്യയുടെ ഫോട്ടോ അളിയൻ എപ്പോഴേലും കാണിച്ചിട്ടുണ്ടോ? അളിയൻ എന്താ ഒന്നും മിണ്ടാത്തെ? സച്ചിയുടെ ഭാര്യയെ അളിയൻ അറിയാമോ? ഇല്ല, ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. എനിക്ക് അറിയില്ല. ഇപ്പഴാ എനിക്കൊന്ന് ശ്വാസം നേരെ വീണത്. ഈ പഴമക്കാര് പറയുന്ന പോലെ എല്ലാ കയറ്റത്തിനും ഒരു ഇറക്കമുണ്ടെന്ന് പറഞ്ഞ ശരിയാ. ഇന്ന് അളിയന് ഞാൻ വിളമ്പി തരുന്നു ഭക്ഷണം. അമ്മേ, കുട്ടി, ഞാൻ കാനനക്ഷേത്രത്തിന്റെ പ്രസിഡന്റാ. എന്താ വിശേഷിച്ച്? അത് സർപ്പപ്പാട്ടിന് കളമൊരുക്കാൻ ഇത്തവണയും കുട്ടി തന്നെ വേണമെന്നാണ് പ്രശ്നവിധി. അതിൽ കുട്ടിയെ ക്ഷണിക്കാനാണ് ഞങ്ങൾ വന്നത്. അയ്യോ ക്ഷമിക്കണം, ഇത്തവണ എനിക്ക് വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അയ്യോ, അങ്ങനെ ഒഴിവ് കഴിവൊന്നും പറയരുത്. കുട്ടി വരാതെ ഒരു രക്ഷയുമില്ല. 3 വർഷത്തിലൊരിക്കൽ അവിടെ നടക്കുന്ന മഹാദാമ്പത്യ പൂജയ്ക്കുള്ള സർപ്പക്കള ഒരുക്കാൻ പ്രശ്നവിധി കണ്ടത് കുട്ടിയെയാണ്. ഇപ്പൊ എനിക്കതിനൊരു മറുപടി പറയാനൊന്നും സാധിക്കില്ല. ഞാൻ അമ്മയോട് കൂടെ ഒന്ന് സംസാരിച്ചിട്ട് പറയാം. അതൊക്കെ ഞങ്ങൾ വീട്ടിൽ വന്ന് സംസാരിച്ചോളാം. പക്ഷേ പറ്റില്ല എന്ന് മാത്രം പറയരുത്. എനിക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. നോക്കട്ടെ. കുട്ടിക്കല്ലാതെ മറ്റാർക്കും ഇത് ചെയ്യാനാവില്ല. ജോത്സ്യർ അങ്ങനെയാ പറഞ്ഞത്. ദൈവത്തിന്റെ കാര്യമല്ലേ, സമ്മതിക്കേ. നമുക്ക് പോവാന്നേ. എടി, നീ എന്റെ കൂടെ വരുമോ? ഞാനല്ലാതെ പിന്നെ ആര് വരാനാ? ചേട്ടാ, ഇവള് വന്നോളൂ. ഓ, പിന്നെ ഞാൻ അച്ഛനോടും അമ്മയോടും ഒന്ന് സമ്മതം ചോദിച്ചിട്ട് വരാം. മതി. ഈ ദക്ഷിണ സ്വീകരിക്കണം. നാഗക്കളം ഭംഗിയാക്കി തരണം. നാഗദേവതകളുടെ മുന്നിൽ കളം വരയ്ക്കുന്നത് എന്റെ സമർപ്പണ. അതിനുവേണ്ടി സൗകര്യങ്ങൾ ഒരുക്കി തന്നാൽ മാത്രം മതി. അല്ലാതെ എനിക്ക് പണമൊന്നും വേണ്ട. അയ്യോ, ഇത് പ്രതിഫലമല്ല, ദേവിയുടെ അനുഗ്രഹമാണ്. വാങ്ങിച്ചോ. അത് പിന്നെ എടോ, അതെ, അമ്മയ്ക്കൊരു നേർച്ചയുണ്ട്. ദൂരെയുള്ളൊരു അമ്പലത്തിലാ. ഞാനും താനും കൂടെ ഒന്ന് പോണെന്നാ അമ്മ പറയുന്നത്. അതിനെന്താ, സൗകര്യമായിട്ടുള്ള ദിവസം അമ്മയും കൂട്ടി നമുക്ക് പോവാം. അല്ല മോളെ, നിങ്ങള് മാത്രം പോയാ മതി. പക്ഷേ പൂജ മറ്റന്നാളാ തുടങ്ങുന്നത്. അതിന് നാളെയെങ്കിലും പുറപ്പെടണം. നാളെയോ? മോളെ, തടസ്സമൊന്നും പറയരുത്. അമ്മ നേർന്നു പോയതാ. പോയില്ലെങ്കിൽ അത് വലിയ ദൈവദോഷാവും.
ഓഫീസും കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് പോവാൻ ഗൂഗിളിന് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ നാളെ തന്നെ പുറപ്പെടാം. അമ്മ നേർന്നു പോയതല്ലേ. പോകാം. എന്നിട്ടിപ്പോ അവൾ അങ്ങനെ മറ്റൊരാളുടെ ഭാര്യയാവും. അതിന്റെ പിന്നിൽ എന്താണ് സംഭവിച്ചത് എനിക്കറിയണം. എന്റെ അർച്ചനയും കുഞ്ഞിനെയും എനിക്ക് തിരിച്ചു വേണം. ഇതുവരെ ഞാനിത് ആരോടും പറഞ്ഞിട്ടില്ല. ഞാൻ ഇന്നലെ ഇത്രയും പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. പക്ഷേ അമ്മയും ബാക്കിയുള്ളവരിത് അറിഞ്ഞാലുള്ള അവസ്ഥ അറിയാലോ. എനിക്കിപ്പോ ഇത് ആരോടും പറയാനുള്ള ശക്തിയില്ല. അവളിപ്പോ വേറൊരാളുടെ ഭാര്യയും എന്റെ കുഞ്ഞ് വേറൊരാളുടെ മകളുമാണെന്ന് അറിഞ്ഞാ അവരെല്ലാം തകർന്നു പോവും. സച്ചി, അവക്കിത് എങ്ങനെ കഴിഞ്ഞു എന്നെ മറന്ന് മറ്റൊരാളുടെ ഭാര്യയായി ജീവിക്കാൻ? അറിയണം, എനിക്കത് അറിയണം. സമൃദ്ധ മാഡത്തിന് ഒന്നും ഓർമ്മയില്ലെന്നല്ലേ ഗൂഗിൾ സാർ നമ്മളോട് പറഞ്ഞത്? അതിനല്ലേ ട്രീറ്റ്മെന്റിന് പോയത്? സമൃദ്ധ പോലും എന്റെ അർച്ചന എങ്ങനെ സമൃദ്ധയായി?